വന്നിട്ടുള്ളത് ഒരു മെഷീൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ മെഷീൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ ലോ ബഡ്ജറ്റിൽ നമുക്കൊരു എന്താ പറയുക, നമ്മൾ മിസ് ചെയ്യുന്ന ഒരാളെ നമ്മളെ മുമ്പിൽ വെച്ച് കാണുന്ന ഒരു ഫീൽ കിട്ടും. അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് സ്റ്റഡീസിനെല്ലാം നല്ലോണം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് ഗ്രാഫിക് വിഷൻസ് എന്നാണ്. വെർച്വൽ റിയാലിറ്റീൻ്റെ ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും അതിനെക്കുറിച്ച്. അതുമാത്രമല്ല ഇതിൻ്റെ നമ്മൾ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബഡ്ജറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ വേറെ നമ്മൾ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ 35,000 അങ്ങോട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് വെറും 200 രൂപയ്ക്കാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് പിന്നെ അതിൻ്റെ നെയിമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗ്രാഫിക് വിഷ്വൽസ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ചെയ്യാൻ നമ്മൾക്ക് ആവശ്യം കാർഡ്ബോർഡ്, 3D ഷീറ്റ്സ്, ഗ്ലൂ, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ബഡ്ജറ്റ് ഫ്രീ 100 രൂപീസിൻ്റെ താഴത്തായിട്ട് ചെയ്യാം. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു കാർഡ്ബോർഡ്, എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷൂവിൻ്റെ ഇതായിട്ട് വരുന്ന ബാക്കി വരുന്ന ഒരു കാർഡ്ബോർഡ് ഉണ്ടോ, കവേർഡായിട്ട് വരുന്നത്. ആ കവേർഡായിട്ട് വരുന്ന കാർഡ്ബോർഡിൽ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് വെച്ച് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് എന്താ പറയുക ചാർട്ട് ഉണ്ടാവില്ലേ, അത് വെച്ച് നമ്മൾ കവർ ചെയ്തിട്ട് അതിൻ്റെ നടുക്കൊണ്ട് ഒരു കത്തി വെച്ച് കീറണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക സ്മോൾ പീസ് ഓഫ് കാർഡ്ബോർഡ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ ഫോണില്ലേ അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക ഒരു ആ കാർഡ്ബോർഡിൻ്റെ നമുക്ക് വേണ്ട വീഡിയോ നല്ല HD ക്വാളിറ്റിയിൽ നല്ല വോയിസിൽ അതിനെ എഡിറ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ. പിന്നെ നമ്മൾ അതിൻ്റെ ആ ബോക്സിൻ്റെ പുറത്ത് 2 ഹോൾസ് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഉള്ളിൻ്റെ ഇതിൽ HD എന്താ പറയുക 3D ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഷീറ്റ് വെക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐസിനൊന്നും വലിയ പ്രോബ്ലം വരില്ല അത് അതിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ. അത് മാത്രമല്ല അതിന് എന്താ പറയുക ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും 3D ഫീൽ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത ഒരു മെഷീനാണ് ഇത്. അപ്പോൾ താങ്ക് യു എല്ലാവരും ഈ ഒരു പ്രൊഡക്ട്സിനെ എന്താ പറയുക ഉണ്ടാക്കാൻ നോക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഏറ്റവും ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ താങ്ക് യു.